നേസൽ പോളിപ്പ് എന്നത് മൂക്കിൻ്റെയും സൈനസിൻ്റെയും ഉൾഭാഗത്തുണ്ടാകുന്ന വളർച്ചയാണ്. ഇതുമൂലം വിട്ടുമാറാത്ത മൂക്കടപ്പ്, കൂർക്കമ്മലി എന്നിവ മാത്രമല്ല ഉണ്ടാകുന്നത്. മൂക്കിലെ ദശ ചികിത്സിക്കാതെ ഇരുന്നാൽ അത് നിങ്ങളുടെ കണ്ണ്, തൊണ്ട, ചെവി, സൈനസ് എന്നിവയൊക്കെ ബാധിക്കും. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞു തരാം. മൂക്കിലെ ദശ കാരണമുണ്ടാകുന്ന മൂക്കടപ്പ് തുടർച്ചയായ കഫക്കെട്ടിലേക്കും സൈനസൈറ്റിസിലേക്കും നയിക്കാം. ഇത് തലവേദന അല്ലെങ്കിൽ ഫേഷ്യൽ പെയിൻ എന്നിവയ്ക്ക് കാരണമാകും. നീണ്ടു നിൽക്കുന്ന ഈ സൈനസൈറ്റിസ് മൂക്കിൻ്റെ മണമറിയാനുള്ള കഴിവിനെ കുറയ്ക്കുന്നു. അതുപോലെ മൂക്കിൻ്റെ എല്ലുകളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കണ്ണുകളെയും ബാധിക്കാം. നേസൽ പോളിപ്പ് മൂലമുണ്ടാകുന്ന വീക്കം ചെവിയെ മൂക്കുമായി ബന്ധിപ്പിക്കുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബ് ബ്ലോക്ക് ചെയ്യുകയും അതുമൂലം ചെവിവേദന, ചെവിയടപ്പ്, ബാലൻസ് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. കൂടാതെ മൂക്കടപ്പ് കാരണം വായു തുറന്ന് ശ്വാസമെടുക്കുന്നത് പതിവാകുന്നത് തൊണ്ട വരണ്ടതാക്കുകയും കൂർക്കമ്മലി, ഉറക്കത്തിലെ ശ്വാസതടസ്സം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. മൂക്കിലെ ബ്ലോക്ക് കാരണമുണ്ടാകുന്ന പോസ്റ്റ് നേസൽ ട്രിപ്പ്, തൊണ്ടയിൽ ഇറിറ്റേഷൻ, തുടർച്ചയായ ചുമ, വായുനാറ്റം എന്നിവ ഉണ്ടാക്കുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ മൂക്കിലെ ദശ കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിത നിലവാരത്തെ തന്നെ സാരമായി ബാധിക്കാം. ഹെർബലി ടച്ച് ആയുർവേദ ഹോസ്പിറ്റലിൽ മൂക്കിലെ ദശയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുവാനും വീക്കം കുറയ്ക്കുവാനും അതിനോടനുബന്ധിച്ച് വരുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുവാനും സഹായിക്കുന്ന ക്ഷാരകർമ്മം അടക്കമുള്ള ആയുർവേദ ചികിത്സകൾ ലഭ്യമാണ്. അപ്പോൾ മൂക്കിലെ ദശ കാരണം ബുദ്ധിമുട്ടുന്നവർ ഇന്ന് തന്നെ ഹെർബലി ടച്ചിൻ്റെ കൊയിലാണ്ടിയിലോ പയ്യന്നൂരോ ചെങ്ങന്നൂരോ ഉള്ള ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യൂ.